ഹലോ, ഞാൻ ചായ കുടിച്ചോ? അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ? ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റിയല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ചൂടൊന്നുമില്ല. അപ്പം ഞാനുണ്ടല്ലോ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അത് ശരിയാകോ ഇല്ലയോ എന്ന് അറിയില്ല. ശരിയായില്ലെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഫ്ലോപ്പ് ആയാലും ഞാൻ ഇടും. മസ്മിലൻ ഇല്ലേ, മസ്മിലൻ നമ്മുടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നാളെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പുറത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് വീടിൻ്റെ അകത്ത് നിന്ന് എടുത്ത് ഞാൻ മടുത്തു. അപ്പം ഇപ്പം ബാങ്ക് വിളിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റില്ലായിരിക്കും എന്നാലും. അപ്പം നമുക്ക് മസ്മിലൻ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇത് നിങ്ങൾക്കറിയാലോ. ഇതുകൊണ്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതുണ്ടല്ലോ, ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും, ഗ്രൈൻഡ് ചെയ്യില്ലെങ്കിൽ ഞാൻ അങ്ങനെ പീസ് ചെയ്തിട്ട് സ്മൂത്ത് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. രണ്ട് രീതിയിൽ ഞാൻ ട്രൈ ചെയ്യും. അപ്പം ഞാനിങ്ങനെ പയ്യെ കട്ട് ചെയ്യാം. പരീക്ഷണമാണേ. ഇതുണ്ടോ നമ്മുടെ കുമ്പളക്ക പോലെ ഉണ്ടല്ലേ. അപ്പം ഞാൻ ശരിയാക്കി എടുത്തിട്ട് വരാം. ഉണ്ടല്ലോ, നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല. എന്നറിയോ, നല്ല കാറ്റാണ്. ഞാൻ മൈക്കും വെച്ചിട്ടില്ല. മൈക്ക് എപ്പോഴും വെക്കാൻ മറന്നു പോകും. അത് എപ്പോഴോ വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് കുരു എടുത്ത് കളയാം കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെ റൗണ്ട് എടുത്ത് ഇതുണ്ട്, ഇങ്ങനെ എടുക്കും കുരു. ഇത് സ്പൂണും കൊണ്ട് നമുക്ക് എടുക്കാം. ഇത് ഇളക്കി നമുക്ക് കണ്ടോ, സ്പൂണും കൊണ്ട് വരും. ഇത് കണ്ടോ, ഇത് കണ്ടോ, 2-3 എണ്ണം കൊണ്ടേ ഉള്ളൂ. അത് നമുക്ക് മാറ്റാം. ഇത് കണ്ടോ, എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്നറിയാം. ഇത് കണ്ടോ, കാണാവോ? ഇവിടെ റംസാൻ അല്ലേ, റംസാൻ്റെ സമയമാകുമ്പം നമ്മുടെ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒത്തിരി ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ സീസണുമാണ്. നമ്മളിപ്പം പിന്നെ ജ്യൂസ് ഷോപ്പിലൊക്കെ പോയാലും നല്ലപോലെ ഷുഗർ ഇട്ട് നമുക്ക് തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിത് ഞാൻ എന്താണെന്നറിയോ, ഇതെല്ലാം കൂടെ നോക്കി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും. ഇത് കണ്ടോ, കത്തിയെടുത്ത് മാറ്റട്ടെ. ഇത് കണ്ടോ. അപ്പം ഞാൻ ഇതുണ്ടല്ലോ എല്ലാം കൂടെ നമുക്ക് ഒരു സ്ഥലത്തിലേക്ക് ഒരു സൈഡിലേക്ക് ആക്കാം. ഇങ്ങനെ ഞാൻ പുറത്ത് നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ടേബിളൊന്നും ഇല്ല. ഇതെൻ്റെ സ്റ്റൈലാണ് കേട്ടോ. ഇത് വേറെ ആരെങ്കിലും മുഖത്ത് തെറിച്ച് പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൈഡിൽ നിന്നൊക്കെ എടുക്കണം. തെറിക്കുന്നുണ്ട്, പക്ഷെ കാര്യമാക്കണ്ട. ഇത് കണ്ടോ, ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാം. ഞങ്ങൾ ടവല് അവിടെ വിരിച്ചിട്ടത് കാണാം കേട്ടോ. കാര്യമാക്കണ്ട. വീടിൻ്റെ അകത്തുണ്ടല്ലോ ഈ സമയമാകുമ്പോൾ കുറച്ച് ഡാർക്കാണ്, എത്ര ലൈറ്റ് ഇട്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്കുണ്ടല്ലോ മറിഞ്ഞു പോകും. പഞ്ചസാര ഇടാവേ. ഞാൻ സാധാരണ ഷുഗർ കഴിക്കാറില്ല, ബട്ട് ഇതിന് ഷുഗർ ഇട്ടാലേ ടേസ്റ്റ് ഉള്ളൂ. നമുക്ക് നല്ല ഇത് കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബൗള് പോലെ ഇല്ലേ, ഒരു പാത്രം അല്ലേ. ഇത് കണ്ടോ, നമുക്ക് കഴിക്കാം കേട്ടോ. നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. ഇതുണ്ടോ ഷുഗറിൻ്റെ ഒക്കെ ഇത്. ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് സെപ്പറേറ്റ് വലിയ പാത്രം ബൗളൊന്നും ആവശ്യമില്ല. ഇത് കണ്ടോ, ഗ്ലാസ്സും വേണ്ട, ഇത് മതി. നല്ല തണുപ്പാ. എന്നാ രുചിയാ. ഈ സൈഡ് കുറച്ച് പോയിരുന്നായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി ആയിട്ടിരുന്നോട്ടെ. എപ്പോഴും ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നതിൽ എപ്പോഴും ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുന്നതിൽ കഴിഞ്ഞും ഭേദമല്ല ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിങ്ങനെ ഷുഗറൊക്കെ ഇട്ട് കുടിക്കാൻ.
എൻജോയ് ചെയ്ത്. കുറച്ച് പേരും ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. ഞാൻ തന്നെയുള്ളൂ. എൻ്റെ കുക്കു കിടപ്പുണ്ട്. കുക്കു അടിപൊളി, അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനുണ്ടല്ലോ ഇവിടെ നമ്മുടെ കർണാടകത്തിൽ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ റംസാൻ ആയതുകൊണ്ട് എല്ലാ റോഡ് സൈഡിലും സമോസ സമോസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അവർ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ ഈ ലയൺ ഡേറ്റ്സ് നട്ട്സൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർ സമോസ കഴിക്കും, ചിക്കൻ സമോസ. അപ്പോൾ ഇത് കണ്ടോ, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇതേ കാലിയായി, ഒന്നുമില്ല. ഇത് കണ്ടോ, ഇനിയൊന്നും ഇങ്ങനെ ഇതുണ്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഈ മസ്മിലിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ കഴിക്കണേ. നമ്മുടെ ഈ ക്ലൈമറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂടിന് ഭയങ്കര നല്ലതാണ്. നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും പിന്നെന്താ ഹാർട്ടിന് ഫുള്ള് സപ്പോർട്ട് ചെയ്യാനും നല്ല പിന്നെ ഡൈജഷൻ ആകാനും ഒക്കെ നല്ല ബെനിഫിറ്റാണ് നമ്മുടെ ഈ മസ്മിലെന്ന് പറയുന്ന ഈ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് വേണം, എനിക്കറിയില്ല, നോക്കണം, സെർച്ച് ചെയ്യണം. അപ്പം കാരണം അതുകൊണ്ടാണ് ഈ സീസണിലാണ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം നമ്മുടെ ഈ ചൂടിനൊക്കെ കുടിക്കാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മുസ്ലിങ്ങളൊക്കെ റംസാൻ ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇതാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കും. പിന്നെ എല്ലാ ഷോപ്പിൽ ചെന്നാലും ജ്യൂസ് ഷോപ്പിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജ്യൂസ്. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ അറിഞ്ഞല്ലോ.